الله الرحمن الرحيم الإسرائيليات مبدأ دخول الإسرائيليات في التفسير وتطوره ഇസ്രായേലിയാത്ത് തഫ്സീറിൽ കടന്നുകൂടിയതിൻ്റെ തുടക്കവും അതിൻ്റെ വികാസവും. ദുഖൂൽ ഇസ്രായേലിയാത്ത് ഫി തഫ്സീർ അംറു യർജിഉ ഇലാ അഹദി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും. ഇസ്രായേലിയാത്ത് സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ തഫ്സീറിൽ കടന്നുകൂടിയിട്ടുണ്ട്. വദാലിക നദറൻ ഇത്തിഫാഖിൽ ഖുർആനി മഅ തൗറാത്തി വൽ ഇൻജീൽ ഫി ദിക്രി ബഅദിൽ മസായിലി കമാ തഖദ്ദം. നേരത്തെ പറഞ്ഞതുപോലെ ചില സംഭവങ്ങൾ ഖുർആനിലും ആ ഖുർആനിൽ പറയുന്ന സംഭവങ്ങൾ തൗറാത്തിലും ഇൻജീലും ഒക്കെ പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രങ്ങൾ, ഫിറഔൻ്റെ ചരിത്രം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലും ഇത്തരം വേദഗ്രന്ഥങ്ങളിലും പറയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം. ഫാരിഖിന് വായതിന് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താ വ്യത്യാസം? ഹുൽ ഈജാസ് ഫിൽ ഖുർആൻ. ഖുർആനിൽ ആ പറയുമ്പോൾ ഈജാസോടുകൂടെ വളരെ ചുരുക്കിയിട്ടായിരിക്കും പറയാം. വൽബസ്തി വൽ ഇത്നാബി ഫി തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലും വിശദമായിട്ട് പറയുകയും ചെയ്യും. والرجوع إلى أهل الكتاب كان مصدرا من مصادر التفسير عند الصحابة. സ്വഹാബത്തിൻ്റെ അടുക്കൽ ഒരു വലിയ റെഫറൻസ് ആയിരുന്നു അഹ്ലു കിതാബുകാരോട് ചോദിക്കുക എന്ന് പറയുന്നത്. കാരണം ഖുർആനിൽ വളരെ ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞ വിഷയങ്ങൾ, അതിൻ്റെ വിശദീകരണം തൗറാത്തിലും ഇൻജീലൊക്കെ വിശദമായി പറയണ്ടല്ലോ. അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. ഇത് സ്വഹാബികളുടെ ഒരു വലിയ റെഫറൻസ് ആയിരുന്നു. ഫകാന സ്വഹാബി ഇദാ മറ അലാ ഖിസത്തി മിൻ ഖിസസിൽ ഖുർആൻ. അപ്പോൾ ഖുർആനിൽപ്പെട്ട ഏതെങ്കിലും ഒരു ചരിത്രം സ്വഹാബി വായിക്കുമ്പോൾ യജിദു മിൻ നഫ്സിഹി മൈലൻ ഇലാ അൻ യസ്അല അൻ ബഅദി മാ തവാഹുൽ ഖുർആൻ മിൻഹാ. ഖുർആൻ അവിടെ ചുരുക്കി പറഞ്ഞ വിഷയങ്ങൾ, അതിൻ്റെ ആ വിശദീകരണം തേടാൻ തൻ്റെ മനസ്സ് ആഗ്രഹിക്കും. വലം യതഅറദ് ലഹു ഫലാ യജിദു മൻ യുജീബുഹു അലാ സുആലിഹി സിവാ ഹഉലാ ഇന്നഫറുൽ ലദീന ദഖലു ഫിൽ ഇസ്ലാം. അപ്പോൾ ഈ ഖുർആൻ ചുരുക്കി പറഞ്ഞ വിഷയങ്ങൾക്കുള്ള ഒരു വിശദീകരണം പറയാൻ അവർക്ക് ലഭിച്ചിരുന്നത് ഈ സ്വഹാബത്തിന് മാത്രമായിരുന്നു. അതായത് അഹ്ലു കിതാബിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബികൾ, കബുൽ അഹ്ബാർ തങ്ങളെപ്പോലെ, ഇബ്നു സല്ലാമിനെ പോലെയുള്ള ആളുകൾ മാത്രമായിരുന്നു അവലംബമായിട്ടുണ്ടായിരുന്നത്. കാരണം അവരാണ് തൗറാത്തും ഇൻജീലും ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ. ഫലാ യജിദു മൻ യുജീബു വഹമലു ഇലാ അഹ്ലിഹി മാ മഅഹും മിൻ സഖാഫത്തിൻ ദീനിയ. അവരെന്ത് ചെയ്യും? ഇവരിലേക്ക് അവരുടെ ദീനിയായ ആ ഒരു സംസ്കാരമൊക്കെ പറഞ്ഞു തരും. ഫഅൽഖൗ ഇലൈഹിം മാ അൽഖൗ വഹമലു ഇലാ അഹ്ലിഹി മാ മഅഹും മിൻ സഖാഫത്തിൻ ദീനിയ ഫഅൽഖൗ ഇലൈഹിം മാ അൽഖൗ മിനൽ അഖ്ബാരി വൽ ഖസസ് ദീനി. അങ്ങനെ എന്ത് ചെയ്യും? ആ സ്വഹാബികൾ എന്ത് ചെയ്യും? ഈ അഹ്ലു കിതാബുകാരായ കിതാബിൽ നിന്ന് മുസ്ലിമായ സ്വഹാബത്തിന് എന്ത് ചെയ്യും? ഈ അഖ്ബാറുകളും ഖിസസുകളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഖൈറ അന്ന സ്വഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ, സ്വഹാബികൾ ലം യസ്അലു അഹ്ലു കിതാബി അൻ കുല്ലി ഷൈഇൻ, എല്ലാത്തിനെക്കുറിച്ചും സ്വഹാബികൾ ചോദിക്കാറില്ല. വലം യഖ്ബലു മിൻഹും കുല്ല ഷൈഇൻ, അഹ്ലു കിതാബുകാർ പറയുന്ന മുഴുവനും സ്വീകരിക്കാറുമില്ല. ബൽ കാനു യസ്അലൂന അൻ അഷ്യാ ലാ തഅദു അൻ തകൂന തൗദീഹൻ ലിൽ ഖിസ്സതി വബയാനൻ ലിമാ അജ്മലഹുൽ ഖുർആൻ മിൻഹാ. മറിച്ച് ഖുർആനിൽ പറഞ്ഞ കിസ്സകൾ, അതിൻ്റെ ഒരു വിശദീകരണങ്ങൾ മാത്രം, ഇതൊക്കെ മാത്രമായിരുന്നു അവർ ചോദിച്ചിരുന്നത്, സ്വഹാബികൾ ചോദിച്ചിരുന്നത്. തവഖുഫിഹിം ഫീമാ യുൽഖാ ഇലൈഹിം, മാത്രമല്ല ഇവർ ചോദിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ അത് തവഖുഫാവലോടുകൂടെ അത് സത്യമാണെന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നില്ല. അതിനെന്ത് ചെയ്യും? ഒന്ന് ചിന്തിക്കും, ആലോചിക്കും. ഫലാ യുഹക്കിമൂന അലൈഹി ബിസുദ്ഖിൻ ഔ ബികദിബിൻ മദാമ യഹ്തമിലു കിലൽ അംറൈനി. സത്യമാവാനും കളമാവാനും ഒരു സാധ്യത കാണുന്നുണ്ടെങ്കിൽ അവർ സത്യമാണെന്നോ കളവാണെന്നോ പറയില്ല. ഇംതിസാലിൽ ഖൗലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൗലിന് വഴിപ്പെട്ടുകൊണ്ട് എന്താ നബി തങ്ങൾ പറഞ്ഞത്? ലാ തുസദ്ദിഖു അഹ്ലൽ കിതാബി വലാ തുകദ്ദിബുഹും. അഹ്ലു കിതാബുകാരെന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കുകയും വേണ്ട, എന്നാലോ അത് കളവാക്കുകയും വേണ്ട. സത്യമാണെന്നും കളവാണെന്നും നിങ്ങൾ പറയണ്ട. ഫഖൂലു, നിങ്ങൾ പറഞ്ഞോളി ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈനാ, ഞങ്ങൾ അള്ളാഹിൽ വിശ്വസിക്കുന്നു, അള്ളാഹു ഞങ്ങൾക്ക് ഇറക്കി തന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഞങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അവർ പറഞ്ഞത്, അഹ്ലു കിതാബുകാർ പറഞ്ഞത് അത് ശരിയാവാം തെറ്റാവാം, എന്തായാലും നിങ്ങൾ ശരിയാണെന്ന് തെറ്റാണെന്ന് പറയാൻ പോകണ്ട എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാക്ക് അനുസരിച്ചുകൊണ്ട് സത്യമാവാനും കളവാനും സാധ്യതയുള്ള കാര്യങ്ങൾ അഹ്ലു കിതാബുകാർ പറയുമ്പോൾ അത് നമ്പൂല, തൊണ്ട തൊടാതെ വിഴുങ്ങൂല, കളവാണെന്ന് പറയൂല. കമാ അന്നഹും ലം യസ്അലൂഹും അൻ ശൈഇൻ മിമ്മാ യതഅല്ലഖു ബിൽ അഖീദ ഔ യത്തസിൽ ബിൽ അഹ്കാം. അതുപോലെ തന്നെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ, വിശ്വാസകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ, അല്ലെങ്കിൽ ഫിഖ്ഹി നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും അഹ്ലു കിതാബുകാരോട് ചോദിക്കാറില്ല. അല്ലാഹുമ്മ ഇല്ലാ ഇദാ കാന അലാ ജിഹത്തിൽ ഇസ്തിശ്ഹാദി വത്തഖ്വിയത്തി ലിമാ ജാഅ ബിൽ ഖുർആൻ. ഖുർആനിൽ വന്ന അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹുക്കുമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഒരു തഖ്വിയത്തിന് വേണ്ടി ഉപോത്ബലകമായിട്ട് ഒന്നുകൂടി ശക്തി പകരാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളല്ലാതെ അറിയാൻ വേണ്ടി ചോദിക്കാറില്ല. കദാലിക കാനൂ ലാ യഅ്ദിലൂന അമ്മാ സബത അനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ദാലിക ഇലാ സുആലി അഹ്ലി കിതാബ്. അതുപോലെ തന്നെ ഈ ഹുക്കുമുകളോ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹീഹായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് അഹ്ലു കിതാബിനോട് ചോദിക്കാറില്ല.
എന്തുകൊണ്ട് ലിയന്നഹു ഇദാ സബത ഷൈഉ അനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഫലൈസ ലഹും അൻ യഅദലു അൻഹു ഇലാ ഗൈരിഹി. പിന്നെ മറ്റൊരു ഓപ്ഷനിലേക്ക് തെറ്റുക എന്ന് പറയുന്നത്, മറ്റൊരു ഓപ്ഷനിലേക്ക് നീങ്ങുക എന്ന് പറയുന്ന ഓപ്ഷൻ സഹാബത്തിനില്ല. കമാ കാനു ലാ യസ്അലൂന അനിൽ അഷ്യാഇ അല്ലതി യുശ്ബിഹു അൻ യകൂന സുആലു അൻഹാ നൗഅൻ മിനൽ ലഹ്വി വൽ അബസ്. അതുപോലെ തന്നെ അഹ്ലു കിതാബുകാരോട് ഒരു കളിതമാശയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളും ചോദിക്കാറില്ല. ഇതുപോലെ കസ്സുആലി അൻ ലൗലി കൽബി അഹ്ലുൽ കഹ്ഫ്. ഇപ്പോൾ അഹ്ലുൽ കഹ്ഫിൻ്റെ നായയുടെ നിറം എന്താണ്, ഇതൊരു ചോദ്യം, അങ്ങനൊന്നും ചോദിക്കാറില്ല. അതുപോലെ തന്നെ വൽബഅദുല്ലദീ ദുരിബ ബിഹിൽ ഖതീബു ബിൻ ബഖറ, ആ ബനു ഇസ്രായേലിൽ കൊല്ലപ്പെട്ടൊരു മനുഷ്യൻ, ആ കൊല്ലപ്പെട്ട മനുഷ്യനെ ഒരു പശുവിനെ അറുത്തുകൊണ്ട് ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് പശുവിൻ്റെ ഒരു ഭാഗം കൊണ്ട് അടിച്ചപ്പോൾ ആ കൊല്ലപ്പെട്ട മനുഷ്യൻ എഴുന്നേറ്റു. അത് ഏത് ഭാഗം കൊണ്ടാണ്? അത് നാവ് കൊണ്ടാണോ, അല്ല ആ പശുവിൻ്റെ വേറെ നില അവയവങ്ങൾ കൊണ്ടാണോ അടിച്ചത്? ഇങ്ങനെ ഈ അവയവം ഏതാ ചോദിക്കാറില്ല. അപ്പോൾ മിക്കവാറും സഫീനത്ത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പലിൻ്റെ വലുപ്പത്തിലായിരുന്നു ചോദിക്കാറില്ല. അതുപോലെ ഹഷബി, അത് ഏത് മരം കൊണ്ടാണ്? തേക്ക് കൊണ്ടാണോ മുക്കുറ്റി കൊണ്ടാണോ? ചോദിക്കാറില്ല. വസ്മിൽ ഗുലാമില്ലദീ ഖതലഹുൽ ഖദർ അലൈഹി സ്വലാം കൊന്ന ആ കുട്ടിയുടെ പേരെന്താണ്? ചോദിക്കാറില്ല. വഗൈറു ദാലിക, ഇങ്ങനെ തുടങ്ങിയൊന്നും ചോദിക്കാറില്ല. അതുകൊണ്ടാണ് വലിഹാദാ ഖാല ദഹ്ലവിയ്യു ബഅദ അൻ ബയ്യന അന്ന സുആല അൻ മിസ്ലി ഹാദാ തകല്ലുഫു മാ ലാ യഅനി. ഇത്തരം ചോദ്യങ്ങൾ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? ചോദിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദഹ്ലവി പറയാണ് വകാനത്തു സഹാബത്തു റളിയല്ലാഹു അൻഹും യഉദ്ദൂന മിസ്ല ദാലിക ഖബീഹൻ മിൻ ഖബീൽ തളീഇൽ അവഖാത്ത്. സ്വഹാബത്ത് ഇത്തരം ചോദ്യങ്ങൾ സമയം പാഴാക്കി കളയുന്ന കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നവർ കണ്ടിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. അപ്പോൾ ചോദിക്കാറുള്ള പേരെന്താണ്? ഖുർആനിലും മറ്റും പറയുന്ന കിസ്സകൾ, കഥകൾ, അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ, ഫിറഔനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മൂസാ നബിയുമായോ അല്ലെങ്കിൽ മറ്റുള്ള അതേപോലത്തെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട കിസ്സകൾ ചുരുക്കിക്കൊണ്ട് ഖുർആൻ പറയുമ്പോൾ അതിന് വിശദീകരണങ്ങൾ തൗറാത്തിലും ഇഞ്ചിലുണ്ടാവും, അത് ചോദിക്കാറുണ്ടാവും. കദാലിക കാന സ്വഹാബത്തു ലാ യുസദ്ദിഖൂന അൽ യഹൂദ ഫീമാ യുഖാലിഫു ശരീഅ ഔ യതനാഫ മഅൽ അഖീദ. അതുപോലെ തന്നെ ഈ ശരീഅത്തിന് എതിരാകുന്ന കാര്യങ്ങൾ, അഖീദക്ക് എതിരാകുന്ന കാര്യങ്ങൾ അഹ്ലു കിതാബുകാർ പറയുമ്പോൾ, യഹൂദികൾ പറയുമ്പോൾ സ്വഹാബത്ത് വിശ്വസിക്കാറില്ല. മറിച്ച് ബൽ ബലഗ ബിഹിം അൽ അംറു അന്നഹും കാനു ഇദാ സഅലു അഹ്ല കിതാബി അൻ ഷൈഇൻ ഫഅജാബു അൻഹു ഖതഅൻ. മാത്രമല്ല ഈ സ്വഹാബികൾ യഹൂദികളോട് അല്ലെങ്കിൽ അഹ്ലു കിതാബുകാരോട് വല്ല കാര്യങ്ങളും ചോദിച്ച് അവരെങ്ങാനും തെറ്റായ രൂപത്തിലാണ് മറുപടി പറഞ്ഞിരുന്നുവെങ്കിൽ റദ്ദു അലൈഹിം ഖതഅഹും, ആ തെറ്റ് അപ്പോൾ തന്നെ തിരുത്തി കൊടുക്കും. അപ്പോൾ ബയ്യനു ലഹും വജ്ഹ സവാബി ഫീഹി, അതിൽ ശരിയായ മറുപടി ഇന്നതാണ് എന്ന് സ്വഹാബത്ത് തന്നെ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യും. ഫമിൻ ദാലിക മാ റവാഹുൽ ബുഖാരി അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഇതിന് ഉദാഹരണമാണ് അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. എന്താ ഹദീസ്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ യൗമുൽ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ ദിവസത്തെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തി. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഫീ സഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹു തആല ഷൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ വെള്ളിയാഴ്ച ദിവസം എന്നുള്ള ഒരു പ്രത്യേക സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ, ആ സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യനും വഹുവ ഖായിമുൻ യുസല്ലി, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്, യസ്അലുല്ലാഹു തആല, ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കൂല, ഷൈഅൻ, ഒന്നും ചോദിക്കൂല, ഇല്ലാ അഅതാഹു, അള്ളാഹു അവർ നൽകിയിട്ടല്ലാതെ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ആ ദിവസത്തിലൊരു സമയമുണ്ട്, ആ സമയത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കെ നിസ്കാരത്തിലായിട്ട് അള്ളാഹുവിനോട് എന്ത് കാര്യം ചോദിച്ചാലും ഉത്തരം കിട്ടും. അപ്പോൾ അശാറ ബിയദിഹി യുഖല്ലിലുഹ, തങ്ങൾ കൈ കൊണ്ട് അത് വളരെ കുറഞ്ഞ സമയമാണ് എന്ന് ഇശാറത്താക്കുകയും ചെയ്തു. ഏതാവട്ടെ പകരം ഇഖ്തിലഫ സലഫു ഫീ തഅയീരി ഹാദി സഅ, ഈ സമയം ഏതാണ്? ഇത് സലഫു സ്വാലിഹ്യങ്ങൾ ഇഖ്തിലാഫുണ്ട്, ഏത് സമയമാണ്, വെള്ളിയാഴ്ച ഏത് സമയത്താണ് ഇത് എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി വഹൽഹിയ ബാക്കിയത്തുൻ ഔ റുഫിയത്ത്, അങ്ങനെ ഒരു സമയം ഇന്നുള്ള വെള്ളിയാഴ്ചകളും ഉണ്ടോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വെള്ളിയാഴ്ച മാത്രമാണോ? വൈദാ കാനത് ബാക്കിയത്തിന്, ഇനി ഇന്നും ഉണ്ടെങ്കിൽ ഫഹൽ ഹിയ ഫി ജുമുഅത്തിൻ വാഹിദത്തിൻ മിനസ്സന, വർഷത്തിൽ ഒരു വെള്ളിയാഴ്ച മാത്രമാണോ? ഔ ഫി കുല്ലി ജുമുഅത്തിൻ മിൻഹ, അല്ല വർഷത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവാറുണ്ടോ? ഇതിലൊക്കെ ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഫനജിദു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു യസ്അലു കഅബുൽ അഹ്ബാർ അൻ ദാലിക്. ഇവിടെ അബൂ ഹുറൈറ തങ്ങൾ കഅബുൽ അഹ്ബാർ തങ്ങളോട് ചോദിക്കുന്നു. കഅബുൽ അഹ്ബാർ തങ്ങൾ എന്ന് പറഞ്ഞാൽ അഹ്ലു കിതാബിൽ മുസ്ലിമായ ആളാണ്. അപ്പോൾ ഈ സമയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഫയുജീബു കഅബ് റളിയല്ലാഹു അൻഹു മറുപടി പറയാണ് ബി അൻഹാ ഫി ജുമുഅത്തിൻ വാഹിദ മിനസ്സന, അത് വർഷത്തിൽ ഒരു വെള്ളിയാഴ്ച ഉള്ളൂ എന്ന്. ഫയറുദ്ദു അലി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖൗലഹു, അത് തിരുത്തി കൊടുക്കുന്നു അബൂ ഹുറൈറ തങ്ങൾ. ഉണ്ടോ വയുബയ്യിനു ലഹു, വിശദീകരിച്ചു കൊടുക്കുന്നു അൻഹാ ഫി കുല്ലി ജുമുഅ, അത് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഉണ്ട്. ആ ഫയർജു കഅബിലെ തൗറാത്ത്, അപ്പോൾ വീണ്ടും കഅബ് റളിയല്ലാഹു തആല അൻഹു തൗറാത്ത് എടുത്ത് മറിച്ച് നോക്കുമ്പോൾ ഫയർ സവാബു അബീ ഹുറൈറ, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് തൗറാത്തിൽ തന്നെ ഉണ്ട്. ഫയർജിയിലേ, അപ്പോൾ അതിലേക്ക് മടങ്ങും. ആണോ? അപ്പോൾ ഇങ്ങനെ ഈ അഹ്ലു കിതാബ് തെറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ തിരുത്തി കൊടുക്കാറ് വരെയുണ്ടെന്ന്.
ഏതുപോലെ വേറെ ഉദാഹരണം കമാന ജിദ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അയ്ളൻ യസ്അലു അബ്ദുല്ലാഹി ഇബ്നു സലാമിൻ അൻ തഹദീദി ഹാദിഹി സഅ. ഇതേ സാഅത്തിനെ കുറിച്ച് ഇത് എപ്പോഴാണ് ഈ സാഅത്ത് വെള്ളിയാഴ്ച എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് അത് അബ്ദുല്ലാഹി ഇബ്നു സലാമിനോട് അബൂ ഹുറൈറ തങ്ങൾ ചോദിക്കുന്നു. വയഖൂലു ചോദിക്കാണ് അഖ്ബിർനി വലാ തളുന്നു അലയ്യ, നിങ്ങൾ പിശുക്കാണിക്കല്ലേ, നിങ്ങൾ എന്ത് ചെയ്ത് പിശുക്കാണിക്കാതെ പറഞ്ഞുതരി ഇത് ഈ സമയം ഏതാണെന്ന്. ഫയുജീബുഹു അബ്ദുല്ലാഹി ഇബ്നു സലാമിൻ, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം മറുപടി പറയുകയാണ് ബി അന്നഹ ആഖിറു സഅത്തിൻ ഫി യൗമിൽ ജുമുഅ, അത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ്, സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ അവസാന സാഅത്തിലാണ്. ഫയറുദ്ദു അലൈഹി അബൂ ഹുറൈറ, അപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ എതിർക്കുന്നുണ്ട് ബി ഖൗലിഹി കൈഫ തകൂനു ആഖിറു സഅത്തിൻ ഫി യൗമിൽ ജുമുഅ, എങ്ങനെ അത് വെള്ളിയാഴ്ച അവസാന സമയത്താവുക. വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്, ലാ യുസാദിഫുഹു അബ്ദുൽ മുസ്ലിമിൻ വഹുവ യുസല്ലി, നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരു മുസ്ലിമായ മനുഷ്യനും ആ സമയത്ത് ചോദിക്കൂല എന്നല്ല പറഞ്ഞത്. വദിൽക സഅത്തു ലാ യുസല്ലാ ഫിഹ, ആ വൈകുന്നേര സമയം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമാണല്ലോ. നിസ്കാരം 5 സമയത്ത് കറാഹത്തുണ്ട്, അതിൽപ്പെട്ട ഒരു സമയമാണിത്. അസ്ർ നിസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കാനാവുന്ന സമയത്ത് ഒരു മഞ്ഞ നിറമാണല്ലോ, അത് മഞ്ഞ നിറമായി പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്ത് നിസ്കാരം കറാഹത്താണ്. അപ്പോൾ ആ സമയം നിസ്കരിക്കാൻ പാടില്ലല്ലോ, പിന്നെ എങ്ങനെ ആ സമയത്താവുക? കാരണം ആ സമയത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കെ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്നതാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ നിസ്കരിക്കാൻ പറ്റിയ സമയത്തായിരിക്കണമല്ലോ ഈ വൈകുന്നേര സമയത്ത് എങ്ങനെയാവുക. ഫയജീബുഹു അബ്ദുല്ലാഹി ഇബ്നു സലാമിൻ, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം മറുപടി പറയേണ്ടത് ബി ഖൗലിഹി അലം യഖുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, മൻ ജലസ മജ്ലിസൻ യൻതദിറു സ്വലാത്ത ഫഹുവ ഫി സ്വലാത്തിൻ, ആരെങ്കിലും നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ, നിസ്കാരത്തിൻ്റെ ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അത് നിസ്കാരത്തിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ടില്ലേ. ഹത്താ യുസല്ലി, നിസ്കരിക്കുന്നവരെയും നിസ്കാരത്തിലാണ്. അപ്പോൾ മഗ്‌രിബിൻ്റെ മുമ്പ് എന്ത് ചെയ്യുക, പള്ളിക്ക് പോവാം. മഗ്‌രിബിൻ്റെ 1 മണിക്കൂർ മുമ്പ് പള്ളിയിൽ പോവുക, അവിടെ എന്ത് ചെയ്യുക, മഗ്‌രിബ് നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക. ആ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നിസ്കാരത്തിൽ തന്നെയാണല്ലോ, അതാണ് അവിടെ ഉദ്ദേശം എന്നൊക്കെ കഴിവിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാവട്ടെ ഫബിത്തുൽ ഹാദിൽ മുറാജ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും തർക്കങ്ങളൊക്കെ അല്ലത്തി കാലത്ത് ബൈന അബീ ഹുറൈറ വ കഅബിൻ താറത്തൻ വ ബൈനഹു ബൈന ഇബ്നു സല്ലാമിൻ താറത്തൻ ഉഖറ, ഈ അബൂ ഹുറൈറ തങ്ങളും കഅബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഇടയിലുള്ള ഇത്തരം സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ അബൂ ഹുറൈറ തങ്ങളുടെയും ഇബ്നു സല്ലാമിൻ്റെയും ഇടയിലുള്ള സംഭാഷണങ്ങൾ, ഇതൊക്കെയും തദുല്ലുന അല അന്ന സ്വഹാബത കാനൂ ലാ യഖ്ബലൂന കുല്ല മാ യുഖാലു ലഹും, ഇത് അറിയിക്കുന്നുണ്ട് സ്വഹാബത്തിനോട് ഈ അഹ്ലു കിതാബുകാർ പറയുന്ന എല്ലാ കാര്യങ്ങളും തൊണ്ടു തൊടാതെ സ്വഹാബത്ത് വിഴുങ്ങാറില്ല. ബൽ മറിച്ച് കാണു യതഹറൗന സവാബ മസ്തതാഉ, സാധിക്കുന്നത്രയും അതിൽ സവാബുണ്ടോ ഇത് പരിശോധിക്കും. വയറുദ്ദൂന അല അഹ്ലു കിതാബി അഖ്വാലഹും ഇൻ കാനത് ലാ തുവാഫിഖു വജ്ഹു സവാബ്, അതെങ്ങാനും ശരിയല്ലാത്ത കാര്യങ്ങളാണ് അഹ്ലു കിതാബുകാർ പറയുന്നതെങ്കിൽ അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യും, തിരുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും. വമഹ്മായക്കുമിൻ ഷൈഇൻ ഫൈന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ലം യഖ്റുജു, കാര്യം എങ്ങനെയൊക്കെയാണെങ്കിലും ലം യഖ്റുജു അൻ ദായറത്തിൽ ജവാസിലത്തി ഹദ്ദഹ ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുത്ത കാര്യം അവർ എന്ത് ചെയ്യാറില്ല, ആ അനുവദിച്ച കാര്യത്തിൽ അവർ പുറപ്പെട്ടു പോകാറില്ല. എന്താ അനുവദിച്ച കാര്യം? വഅമ്മ ഫഹിമുഹു മിൻ ഇബാഹത്തി ഫി ഖൗലി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലാമിൽ നിന്ന് അവർ മനസ്സിലാക്കിയ ഒരു അനുവദിക്കപ്പെട്ട കാര്യം, ആ അനുവദിക്കപ്പെട്ട കാര്യം അവരെന്തായാലും ഉപേക്ഷിക്കാറില്ല. എന്താ അനുവദിക്കപ്പെട്ട കാര്യം? ആ തങ്ങളുടെ കൗലെന്താണ്? ബല്ലിഗു അന്നി വലൗ ആയ, എന്നെ തൊട്ട് ഒരായത്താണെങ്കിൽ വരെ ആ ആയത്ത് എന്താണ്, നിങ്ങൾ എന്നെ തൊട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. ഒരായത്താണെങ്കിൽ ആ ആയത്ത് പോലും നിങ്ങൾ പ്രബോധനം നടത്തണം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, മറച്ചു വെക്കരുത്. മാത്രമല്ല ഹദീസ് വാൻ ബനി ഇസ്രായേൽ വല ഹർജ, ബനു ഇസ്രായേലുകാരെ തൊട്ട് നിങ്ങൾ എന്താണ് ഹദീസ് പറയണം, അവർ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ കേട്ട് അത് മറ്റുള്ളവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കണം. വല ഹർജ ആയിരുന്നു, കുഴപ്പമില്ല. ഒബൻ കഥ പാടിയ മുത്തഅമ്മിദൻ ഫലിതബവ മിനന്നാർ, ആരെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മേൽ കളവ് മനഃപൂർവ്വം പറയുകയാണെങ്കിൽ അവൻ നരകത്തിൽ നിന്ന് സീറ്റ് ഉറപ്പിച്ചോളട്ടെ. ഏതായാലും ഇവിടെ എന്ത് പറയുന്നുണ്ട്, ബനു ഇസ്രായേലുകാരത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യണം, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ആ ഇതിനെ തൊട്ട് തെറ്റാറില്ല. അപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് ആണ് എന്നതുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, അഹ്ലു കിതാബുകാരോട് ചോദിക്കാറും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാറും ഒക്കെ ഉണ്ട്. കമാ അന്നഹും ലം യുഖാലിഫു ഖൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു കൗലുണ്ട്, ആ കൗലിന് എതിരെ ചെയ്യാറില്ല സ്വഹാബത്ത്. ഏതാ കൗല്? ലാ തുസ്ദിഖു അഹ്ലൽ കിതാബി വലാ തുകദ്ദിബൂഹും, അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത്, എന്നാലോ കളവാക്കും വേണ്ട. വഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ അല്ലായ, നിങ്ങളെന്ത് പറഞ്ഞോളി, ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹു തആല ഞങ്ങൾക്ക് ഇറക്കി തന്ന ഗ്രന്ഥം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അഹ്ലൽ കിതാബുകാർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വിശ്വസിക്കേണ്ട ആവശ്യമില്ല, വിശ്വസിക്കേണ്ട എന്നും പറയുന്നുണ്ട്. വലാത്ത ആറുദ ബൈന ഹാദൈനിൽ ഹദീസൈനി, ഈ രണ്ട് ഹദീസുകൾ തമ്മിൽ എന്തില്ല, വൈരുദ്ധ്യങ്ങളൊന്നും ഇല്ലട്ടോ. എന്തുകൊണ്ട്? ലിഅനൽ അവല അബാഹലഹും അൻ യുഹദ്ദിസു അമ്മാ വഖഅ ബനി ഇസ്രായീല മിനൽ അആജിബ്, കാരണം ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അഹ്ലു കിതാബുകാരത്തോട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞത് അത് അവർക്ക് വന്ന അത്ഭുതങ്ങൾ, അവർക്കിപ്പോൾ മൂസാ നബിയുടെയും മറ്റൊക്കെ ചരിത്രത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ഇത്തരം അത്ഭുതങ്ങളായ സംഭവങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് പ്രവാചകന്മാരുടെ കാലത്ത് വന്ന ശിക്ഷകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്തോളൂ, നിങ്ങൾ അവരത്തോട്ട് റിപ്പോർട്ട് ചെയ്തോളൂ. എന്തുകൊണ്ട്? ലിമാ ഫിഹാ മിനൽ ഇബ്റത്തി വൽ ഇദത്തി, കാരണം അതിലെന്തുണ്ട്, ഈ സത്യനിഷേധികളായ ആളുകൾക്കൊക്കെ ഒരുപാട് പാഠമുണ്ട്. ഇപ്പോൾ മുമ്പ് കാലത്ത് നടന്നുപോയ ശിക്ഷകളെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ
പ്രവാചകന്മാർ വിശ്വസിച്ചില്ലെങ്കിൽ ഇത്തരം ശിക്ഷകൾക്ക് വിധേയമാകും എന്നൊക്കെയുള്ള ഒരു പാഠം ഉൾക്കൊള്ളുന്ന കയ്യിലുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്തോളൂ, നിങ്ങളത് റിപ്പോർട്ട് ചെയ്തോളൂ എന്നാണ് ആദ്യം അനുവദിച്ചു കൊടുത്തത്. വഹാദാബി ഷർത്തായി അലമു അന്നഹു ലൈസ മക്തൂബൻ, അതിനെപ്പോഴാണ് ഇത് കളവാണ് പറയുന്നത് എന്ന് ഉറപ്പുണ്ടാവാൻ പാടില്ല. കളവാണെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ലിഅന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റു അൻ യുബീഹ ലഹും റിവായത്തുൽ മക്തൂബ്, കാരണം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവായ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കൂലല്ലോ. അപ്പോൾ ഇവിടെ അവർ ഈ അഹ്ലു കിതാബുകാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞത് കളവല്ല എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തോളൂ, റിപ്പോർട്ട് ചെയ്തോളൂ എന്നാണ്. അല്ല രണ്ടിനും സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാൻ പോകണ്ട, നിങ്ങൾ അത് സത്യമാണെന്ന് പറയാനും പോകണ്ട, വിശ്വസിക്കാനും പോകണ്ട, എന്നാൽ കളവാക്കാനും പോകണ്ട എന്നാണ് പറയുന്നത് വരുന്നത്. അപ്പോൾ രണ്ട് ഹദീസും തമ്മിൽ എന്തില്ല, വേർതിങ്ങൾ ഇല്ല.